അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അനുഷ്ഠാനങ്ങളിലെ ധ്യാനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളുടനീളം നീളിച്ച് കാണുന്നത് ധ്യാനത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ആദ്യമായി കലിമത്ത് ഷഹാദ എടുക്കുക. ആദ്യം സംഹാരവും പിന്നെ നിർമ്മാണവുമാണതിൽ സംഭവിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ സർവ മാലിന്യങ്ങളും ഹൃദയത്തിൽ നിന്ന് കുടിയിറങ്ങുന്നു. അതോടെ കഴുകി വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പാത്രം പോലെയായത് മാറുന്നു. പിന്നീടാണ് നാം അതിലേക്ക് ഭക്ഷണം വിളമ്പുന്നത്. അതായത് ഒഴിഞ്ഞ ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ മാത്രം കുടിയിരുത്തുന്നു. ഇല്ലല്ലാ, അതുവഴി ആത്മാവ് തന്റെ യഥാർത്ഥ റബ്ബുമായി വിച്ഛേദിക്കപ്പെടാനാവാത്ത ഒരു ബന്ധം സ്ഥാപിക്കുകയായി. പിന്നീട് വരുന്ന എന്തു പ്രശ്നം അവന് വിഷയമല്ല. ഹൃദയത്തിന് വല്ലാത്തൊരു സ്വസ്ഥതയും സമാധാനവും കൈവരുന്നതായി അവന് അനുഭവപ്പെടുന്നു. വീണ്ടും വീണ്ടും അതാവർത്തിക്കുക വഴി അവൻ സന്തോഷലരിയിൽ മതോന്മത്തനാവുന്നു. ദൈവസ്മരണ സമാധാനത്തിനും ഹേതുബോധമാകുന്ന ഛേദാഹരമായ ചിത്രം ഇവിടെ ശരിക്കും അവന് ആസ്വദിക്കാനാവും. നിസ്കാരത്തിനും സംഭവിക്കുന്നത് അത് തന്നെയാണ്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാമിൽ അവസാനിപ്പിക്കുന്ന നിസ്കാരം ധ്യാനത്തിന്റെ മൂർത്തിമദ്ഭാവമാണ്. തക്ബീറത്തുൽ ഇഹ്റാമിനായി കൈ ഉയർത്തുക വഴി ഭൗതികതയും പൈശാചികതയും പുറം കൈ കൊണ്ട് പിന്നിലേക്ക് തള്ളിമാറ്റി അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഉയർത്തിയ കൈ കൊണ്ടുപോയി വയ്ക്കേണ്ടത് ഹൃദയത്തിന്റെ ഭാഗത്താണല്ലോ. ചൊല്ലേണ്ട ദിക്റാകട്ടെ അല്ലാഹു അക്ബർ എന്നും. അതായത് ദൈവേതരങ്ങൾ അഖിലവും പരമനിസാരം. അള്ളാഹു മാത്രമാണ് ഉന്നതൻ. ആ അള്ളാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. തുടർന്ന് ദുആഉൽ ഇഫ്തിതാഹിലേക്ക് കടക്കുന്നു. അതിൽ നിറഞ്ഞു നിൽക്കുന്നത് സമ്പൂർണ്ണ സമർപ്പണത്തിനായുള്ള സത്യപ്രതിജ്ഞയാണ്. അതായത് തന്റെ സർവസ്വവും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം. വജ്ജഹതു എന്ന് പറയുന്നതോടെ തന്റെ ശ്രദ്ധയത്രയും ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധ തെറ്റിയാൽ പിന്നെ ചിന്തകൾ കയറി ഊരിവിട്ട് മൃഗത്തെ പോലെ കടിഞ്ഞാനില്ലാതെ നാനാ ഭാഗത്തേക്ക് പോകും. വിശ്വാസിയുടെ ആകാശാരോഹണമാണ് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണത്. ആകാശാരോഹണത്തിൽ നടന്ന ഏറ്റവും അനുഭൂതിദായകമായ രംഗമായിരുന്നു അള്ളാഹുമായുള്ള അഭിമുഖ സംഭാഷണ മുനാജാത്ത്. അത് ഓരോ നിസ്കാരവും വിശ്വാസിക്ക് തന്റെ യഥാർത്ഥ ഇലാഹുമായി നേരിട്ട് സംവദിക്കാനുള്ള സുവർണാവസരമാണ്. മാത്സല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് നിന്ന് അല്പം മാറി നിന്ന് ആത്മാവിന് സ്വസ്ഥതയും സമാധാനവും ലഭ്യമാക്കാനുള്ള അനുഗ്രഹീത മുഹൂർത്തം. പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹാരത്തിനായി നിസ്കാരത്തെയായിരുന്നു ആശ്രയിക്കാറുണ്ടായിരുന്നത്. ഇനി നോമ്പിന്റെ കാര്യമെടുക്കുകയാണെങ്കിലും സഖാത്തിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ വഴിപ്പെട്ട് 5 വക്ത നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ധ്യാനത്തിൽ ഇരുന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.